ഹലോ ഡിയർ ഫ്രണ്ട്സ്, മെഡിക്കൽ രംഗത്തെ മുഖ്യധാര മെഡിക്കൽ കോഴ്സുകളല്ലാതെ സാമാന്യ ജനത്തിന് അത്ര സുപരിചിതമല്ലാത്ത കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് 4ാമത്തെ വീഡിയോയാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ രംഗത്തെ 4ാമത്തെ കോഴ്സ് അഥവാ മാസ്റ്റർ ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്സ് MPSW എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് മാനസിക ആരോഗ്യ കൗൺസിലിങ്ങും സാമൂഹ്യ സേവനവും സംയോജിപ്പിക്കുന്ന ഒരു പ്രത്യേക പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ എന്നിവർക്കായി പുനരധിവാസം, അവരുടെ തെറാപ്പി, അവരുടെ സാമൂഹ്യ ജീവിത പുനഃസ്ഥാപനം എന്നിവയിൽ ശ്രദ്ധ നൽകി പ്രവർത്തിക്കുന്നതിനുള്ള പ്രായോഗികമായുള്ള പരിശീലന പദ്ധതിയാണിത്. ഈ കോഴ്സിൻ്റെ പ്രധാന സവിശേഷതകൾ അഥവാ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ, ഒന്നാമതായി വരുന്നത് മാനസിക ആരോഗ്യ കൗൺസിലിംഗ് അഥവാ വ്യക്തികളുടെ മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യകളിൽ അവബോധം നൽകുക എന്നുള്ളത്. രണ്ടാമതായി വരുന്ന സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ അഥവാ ആളുകളെ മാനസിക രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളത്. മൂന്നാമതായി വരുന്നത് കമ്മ്യൂണിറ്റി മാനസികാരോഗ്യം അഥവാ സാമൂഹിക തലത്തിൽ മാനസിക ആരോഗ്യ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് അഥവാ മാനസിക ആരോഗ്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹികവും വൈകാരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്. അതോടൊപ്പം സോഷ്യൽ വർക്ക്സിൻ്റെ എത്തിക്സുകൾ ഉയർത്തിക്കാട്ടുകയും അവയിൽ ഗവേഷണങ്ങൾ നടത്തുകയും സാമൂഹ്യ തലത്തിൽ അവയെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതുമാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രധാന സവിശേഷതകൾ. ഈ കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 വർഷത്തെ തിയറി, പ്രാക്ടിക്കൽ ആൻഡ് ഇൻറ്റേൺഷിപ്പ് എന്നിവയുടെ ഒരു സംയുക്ത പരിശീലന രീതിയാണ്. യോഗ്യതകളെക്കുറിച്ച് പരിശോധിച്ചാൽ സോഷ്യോളജി, സൈക്കോളജി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലുള്ള ബിരുദം. ഇനി നിങ്ങൾ വിദ്യാഭ്യാസത്തിനായി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റുകളായ IELTS അല്ലെങ്കിൽ TOEFL പോലുള്ള യോഗ്യതകൾക്ക് അതാത് യൂണിവേഴ്സിറ്റികൾ ഡിമാൻഡ് ചെയ്യുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ കൃത്യമായി നേടേണ്ടതായിട്ടുണ്ട്. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആശുപത്രികളിലും മാനസിക ആരോഗ്യ ക്ലിനിക്കുകളിലും റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുക എന്നുള്ളതും, കമ്മ്യൂണിറ്റി മാനസിക ആരോഗ്യ കൗൺസിലർ അഥവാ സമൂഹത്തിൽ വിവിധങ്ങളായ മാനസിക ആരോഗ്യ പദ്ധതികൾ ഡിസൈൻ ചെയ്യുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതും, റീഹാബിലിറ്റേഷൻ കൗൺസിലർ മാനസിക രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കുകയും അവരെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം ഈ രംഗത്ത് ധാരാളം അക്കാദമിക് ഗവേഷണ സാധ്യതകളും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ കോഴ്സിൻ്റെ കോർ സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഫണ്ടമെന്റൽസ് ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്സ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആൻഡ് സൈക്കോപതോളജി, കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി ടെക്നിക്സ്, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻസ്, റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ വർക്ക്, സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രാക്ടീസസ് എന്നിവയാണ്. ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളും അവയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളെയും പരിചയപ്പെടാം. മാസ്റ്റർ ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നിവയിൽ സമാനമായ പ്രോഗ്രാമുകൾ USA, UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ USA പോലുള്ള ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ USA പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ദൈർഘ്യം 2 വർഷമാണ്. എലിജിബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഥവാ സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി ഇതുപോലുള്ള വിഷയങ്ങളിൽ സർവകലാശാല ബിരുദവും, ലാംഗ്വേജ് പ്രൊഫഷൻസി യോഗ്യതകളായ IELTS, TOEFL എന്നിവയ്ക്ക് മിനിമം 6.5 സ്കോറും നേടിയിരിക്കുകയും ചെയ്യണം. പ്രധാന യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ, കൊളംബിയ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്നീ ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യുണൈറ്റഡ് കിങ്ഡം ആണെന്നുണ്ടെങ്കിൽ MSc മെൻ്റൽ ഹെൽത്ത് ഇൻ സോഷ്യൽ വർക്ക്, MSc സോഷ്യൽ വർക്ക് തുടങ്ങിയ കോഴ്സുകൾ UK പ്രധാന യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ദൈർഘ്യം 2 വർഷമാണ്. യോഗ്യതകളെക്കുറിച്ച് പരിശോധിച്ചാൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി എന്നിവയിലുള്ള ബിരുദവും, ലാംഗ്വേജ് യോഗ്യതകൾക്ക്
IELTS കുറഞ്ഞത് 6.5 എങ്കിലും സ്കോറും നേടിയിരിക്കണം. പ്രധാന യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോ, കിങ്സ് കോളേജ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം, യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക് എന്നീ ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ മെൻ്റൽ ഹെൽത്ത് തുടങ്ങിയ കോഴ്സുകൾ ഓസ്ട്രേലിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. എലിജിബിലിറ്റി സോഷ്യൽ സയൻസിലോ അല്ലെങ്കിൽ സൈക്യാട്രിയിലോ സോഷ്യോളജിയിലോ ഉള്ള ബിരുദവുമാണ് അടിസ്ഥാന യോഗ്യത. IELTS കുറഞ്ഞത് 6.5 സ്കോറെങ്കിലും നേടിയിരിക്കണം. ഓസ്ട്രേലിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ്, മൊണാഷ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നീ ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്സ് എന്ന പേരിൽ മെൻ്റൽ ഹെൽത്തിൽ സ്പെഷ്യലൈസേഷനോടുകൂടി കാനഡയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കോഴ്സിൻ്റെ ദൈർഘ്യം 2 വർഷമാണ്. സോഷ്യോളജി, സൈക്കോളജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ബിരുദമാണ് യോഗ്യത. IELTS കുറഞ്ഞത് 7 പോയിന്റ് സ്കോറെങ്കിലും നേടിയിരിക്കണം. ഇനി കാനഡയിൽ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോ, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, മാക്ഗിൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരി, ഡെൽഹൌസി യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് എന്ന പേരിൽ ഈ കോഴ്സ് ന്യൂസിലാൻഡ് ഓഫർ ചെയ്യുന്നു. കോഴ്സിൻ്റെ ദൈർഘ്യം 2 വർഷമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയകളെ കുറിച്ച് പരിശോധിച്ചാൽ സോഷ്യൽ വർക്ക്സ്, സൈക്യാട്രി തുടങ്ങിയ മേഖലകളിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ്, വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ, മാസി യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലൈസേഷൻ എന്ന പേരിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ടോപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ദൈർഘ്യം 2 വർഷമാണ്. എലിജിബിലിറ്റി സോഷ്യൽ വർക്ക്, സൈക്കോളജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റുകൾ IELTS കുറഞ്ഞത് 6.5 സ്കോറെങ്കിലും നേടിയിരിക്കണം. ഇനി പ്രധാനപ്പെട്ട ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം, സ്വീഡനിലെ ലൂഡ് യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ, അയർലൻഡിലെ ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, ഡെൻമാർക്കിലെ യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗൻ എന്നീ പ്രധാന യൂണിവേഴ്സിറ്റികളെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇനി ഈ കോഴ്സ് പഠിക്കുന്നത് വിദേശത്തായതുകൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ ഏറ്റവും മുന്തിയ ടെക്നോളജിയിലുള്ള പരിശീലനം, അതും ഗ്ലോബൽ സ്റ്റാൻഡേർഡിന് നിരക്കുന്ന നിലവാരത്തിലുള്ള പരിശീലനം ലഭിക്കൂ എന്നുള്ളതും, വിവിധങ്ങളായ രാജ്യങ്ങളിൽ വിവിധങ്ങളായ രംഗങ്ങളിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നു എന്നുള്ളതും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള കൾച്ചർ എക്സ്പോഷർ ചെയ്യുക എന്നുള്ളതും തുടങ്ങി വിവിധങ്ങളായ സംസ്കാരങ്ങളിലുള്ള പരിശീലനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ധാരാളം സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഡാഡ് സ്കോളർഷിപ്പ്, ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പ്, കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, ചീവിംഗ് സ്കോളർഷിപ്പ് തുടങ്ങി ധാരാളം സ്കോളർഷിപ്പുകൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. ഇനി ഈ കോഴ്സിൻ്റെ സ്റ്റുഡൻസ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശികമായിട്ട് വരുന്ന സ്റ്റുഡൻസ് വിസ റിക്വയർമെൻറ്റുകൾ ഈ കോഴ്സുകൾക്കും ബാധകമാണ്. അതുപോലെ തന്നെ ഈ കോഴ്സിൽ വിവിധങ്ങളായ സ്പെഷ്യലൈസേഷനുകൾ ലഭ്യമാണ്. മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ്, സൈക്യാട്രിക് സോഷ്യൽ വർക്ക് തുടങ്ങി വിവിധങ്ങളായ സ്പെഷ്യലൈസേഷനോടുകൂടി ഈ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. മെഡിക്കൽ രംഗത്തെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മെഡിക്കൽ രംഗത്തെ വിവിധങ്ങളായ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.